ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരുത്തൻ ഇപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നോട് ഒച്ചപ്പാടാണ് കേട്ടോ. എന്നോട് പ്രത്യേക ഒച്ചയിലാണ് എൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എന്നെ ഒച്ച എടുത്ത് പേടിപ്പിക്കും കേട്ടോ. ഞാൻ അച്ഛനെ ഒന്ന് തോണ്ടി വിളിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അച്ഛൻ വന്നില്ല. അപ്പോൾ വിളിച്ചു, അച്ഛൻ വന്നില്ല. അപ്പോൾ എന്നോട് ഒച്ചെടുക്കണം, അച്ഛനോട് വരാൻ പറ, എനിക്ക് പുറത്ത് പോകണം, ഉറക്കം മരുന്ന് അതാണ്. അതൊന്നും അല്ല കേട്ടോ. ഉറക്കവും മരുന്ന് അവൻ ചേട്ടൻ വരുമ്പോൾ എണീക്കുകയും ചെയ്യും. ഒരു നേരം അവൻ ചൂട് സഹിക്കില്ല. എൻ്റെ മോൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഒരു നേരം ചൂട് സഹിക്കില്ല. സത്യമാണ്. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഒച്ചയെടുക്കണ എന്തിനാണെന്നറിയാമോ? നേരം എടുത്ത് ഞങ്ങളുടെ 2 AC യും എൻ്റെ റൂമിലെ AC മാത്രമേ ഞാൻ കുറച്ച് നേരം ഇട്ടിട്ട് ഓഫ് ചെയ്യും. ബാക്കി ഈ 2 റൂമിലെ AC ഓൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. നിങ്ങളാരും വിചാരിക്കരുത് അവന് ഇട്ട് കൊടുക്കുന്നില്ല എന്ന്. അവന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പോകുമ്പോൾ അത് നേരം വെളുത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ആ റൂമിൽ അവിടെ കിടക്കുക. ആ റൂമിലെ തണുപ്പ് കഴിഞ്ഞ് പതുക്കെ വന്ന് പിന്നെയും ഒച്ചെടുക്കും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒച്ചെടുക്കും. പിന്നെ ഈ റൂമിൽ അച്ഛൻ കിടക്കുന്ന റൂമിൽ വന്നിട്ട് അവിടെ AC ഇട്ട് കഴിയുമ്പോൾ അവിടെ വന്ന് കിടക്കും. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലും ഭയങ്കര ചൂടുണ്ട്. കൽക്കട്ടയിൽ പണ്ട് തൊട്ടേ ചൂട് സമയം വരുന്ന സമയം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഒരു തരം ഭയങ്കര വിയർപ്പുള്ള ചൂടാണ് കേട്ടോ. അന്നൊന്നും നമ്മുടെ നാട്ടിൽ ഇത്ര ചൂടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെരും ചൂടാണ്. പാലക്കാട് എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാലേ ചൂടിപ്പം 39 ഡിഗ്രി ആണെങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ്. ഹ്യൂമിഡിറ്റി ഭയങ്കരമായത് കാരണം നമുക്ക് അപ്പം നൈറ്റ് മാറേണ്ടിയിരിക്കും. വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കണം വെറുതെ. അത്ര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ പണി ചെയ്യുന്നുള്ളവർക്ക് എത്ര ഫാൻ ഇട്ടാലും, എക്സോസിറ്റ് ഫാൻ ഇട്ടാലും, ചിമ്മിനി ഇട്ടിരുന്നാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വിയർത്തുകൊണ്ടിരിക്കും തലയൊക്കെ. ഞാൻ തലയിൽ തോർത്ത് കെട്ടിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ മോഹം കാണിച്ച് തന്നെ ചിലപ്പോൾ ഇതിൽ വരാറില്ല കേട്ടോ. അപ്പോൾ ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. ഇപ്പോൾ തന്നെ 39 ഡിഗ്രി എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ അത് ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു 95 ഡിഗ്രിയൊക്കെ ഉണ്ടാവും ഇവിടെ. അത്ര ചൂടാണ്. അതാണ് കാര്യം. അപ്പോൾ ഇപ്പം സഹിക്കൂല കേട്ടോ. നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഗുഹയിൽ നമ്മൾ ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് ആ ഹോളിലേക്ക് പോകുമ്പോഴേ ഒരു ഗുഹയിലേക്ക് പോകുന്ന പോലെ. അപ്പം ഞാൻ പിള്ളേരോട് പറയും, ആ ഹോളിലൊരു AC വെച്ചാടാ, അവിടെ ഇരിക്കാനും പിന്നെ രാത്രിയാകുമ്പോൾ നമ്മുടെ ജനൽ വഴി നല്ല കാറ്റ് കിട്ടും. കാറ്റുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. ഒരു കുഞ്ഞു വീഡിയൊക്കെ ആയിട്ട് വന്നാണ്. അപ്പോൾ ഇവൻ ഈ ഒച്ച എടുക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ റൂമിൽ കയറ്റാതെ ഇരിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവൻ ആ ഒച്ച എടുക്കുന്നത് കേൾക്കാൻ കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ വിചാരിക്കരുത് കേട്ടോ ഞാൻ അവന് AC ഇട്ട് കൊടുക്കുന്നില്ല. അവൻ ഓൾ ടൈം AC-ലാന്നേ. ചേച്ചിയും ചേട്ടനും അച്ഛനും പോയിരുന്നാലും അവൻ ഈ റൂമിൽ AC ഇട്ടാണ് കിടക്കുന്നത്. ഞാൻ അടുക്കളയിലായിരിക്കും ഓൾ ടൈം. ഞാൻ അടുക്കളയിലും ഒക്കെ ആയിരിക്കും. ഒരു 3 മണി 3:30ക്കാണ് എൻ്റെ ടൈം പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ വരുന്നത്. അപ്പോഴാണ് ഞാൻ അവൻ്റെ റൂമിൽ ഒന്ന് കിടക്കുന്നത്. ഒന്നൊരു ജസ്റ്റ് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ പണി ചെയ്യുന്ന കുട്ടി വരും. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അവൾ ഉച്ച കഴിഞ്ഞ് പിന്നെയും വരും. അങ്ങനെയൊക്കെ. ഇപ്പോൾ അവളില്ല കേട്ടോ. ഇപ്പോൾ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ 1ാം ഘട്ട വോട്ടെടുപ്പും 2ാം ഘട്ട വോട്ടെടുപ്പും ഇല്ലേ. അപ്പോൾ ഈ മാൾഡ, ശാന്തിനികേതൻ, മുർഷിദാബാദ് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ 23-ാം തീയതി ആയിരുന്നു വോട്ട്. ഞങ്ങൾക്ക് 29-ാം തീയതിയാണ് കേട്ടോ ഇവിടെ. അതായത് ഈ നോർത്ത് ബംഗാളും സൗത്ത് ബംഗാൾ അവിടെയായിട്ട് ഈ നോർത്ത് ബംഗാളിലുള്ള അങ്ങോട്ട് ഭാഗത്താണെന്ന് തോന്നുന്നു 23-ാം തീയതി. അപ്പോൾ നമുക്ക് 29-ാം തീയതി. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ 24 ഫർഗാനയാണ് കേട്ടോ. കൽക്കട്ട 55. അപ്പോൾ ദന്തം എയർപോർട്ട് ഒരു 10 മിനിറ്റിന് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഒരു എയർപോർട്ടേ ഉള്ളൂ കേട്ടോ. ആ എയർപോർട്ടിന് തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് 29. അപ്പോൾ ആ കുട്ടി ഇവിടെയുള്ള ഒരുവിധപ്പെട്ടുള്ള എല്ലാവരും മുർഷിദാബാദിൽ നിന്ന് വന്നിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ടാണ് ഇവിടുത്തെ വീടുകളിലൊക്കെ പണി. അപ്പോൾ ഇവരെല്ലാവരും പോയി. ഇപ്പോൾ ഒന്നടക്കമില്ല. എല്ലാവരും ഇനി 6 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. അപ്പോൾ അവൾ പോയിട്ട് ഒരു 3-4 ദിവസമായി. ഇനി ചൊവ്വാഴ്ച അവൾ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓൾ പണി തന്നെയാണ്. ഭയങ്കര വിയർപ്പും. അതിൻ്റെ ഇടയ്ക്കൊന്ന് വെള്ളം കോരി ഒഴിക്കും. പെട്ടെന്ന് വരും വെള്ളം കോരി ഒഴിക്കും. നമുക്ക് ഈ സോപ്പ് തേക്കേണ്ട അത്രയ്ക്ക് ചൂട്. ബാത്റൂമിലിരുന്ന് കുളിക്കും തോറും വിയർത്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. ചൂടിൻ്റെ കാര്യം എനിക്കറിയാം നാട്ടിൽ ഭയങ്കര ചൂടാണെന്നറിയാം. പക്ഷെ പണ്ടൊന്നും നാട്ടിൽ ഇത്ര ചൂടില്ലായിരുന്നേ.
ഇനിയിപ്പോൾ നാട്ടിലിപ്പോൾ ഇടവപ്പാതി മഴ പെയ്യുന്ന സമയം ഇവിടെ വല്ല പൊരിഞ്ഞ ചൂടായിരിക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്, ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഇവൻ്റെ ആ നിപ്പും ഇവൻ്റെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി കേട്ടോ. ഇത് കണ്ടോ, അച്ഛൻ വന്ന് രണ്ടാമത് വിളിച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ചില ഷോർട്ട് വീഡിയോ ഒക്കെ ഒരുപാട് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, ചിലതൊന്നും അങ്ങോട്ട് കാണുന്നേ ഇല്ല. 80, 24 വ്യൂവേഴ്സ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷോർട്ട് വീഡിയോയും കൂടെ കണ്ട് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലായിടത്തേക്കും ചെല്ലും. ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും. എൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നുള്ളവർ, നോട്ടിഫിക്കേഷൻ കിട്ടാത്തുള്ളവരാണെങ്കിൽ ഒന്നും കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. എന്നാലേ നോട്ടിഫിക്കേഷൻ ഒന്നും കൂടെ കിട്ടുള്ളൂ. ചിലവർക്ക് കുറേ നാൾ കഴിയുമ്പോൾ കിട്ടാതിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ്, ഒന്നും കൂടെ ഒന്ന് ആ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നും പറഞ്ഞുകൊണ്ട് വരും, അടിയിൽ എഴുതി കാണിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ലൈക്കല്ലേ ചോദിക്കുന്നത്, ഒരു ലൈക്ക്. നിങ്ങൾ അടിയിൽ ഈ മെസ്സേജ് എഴുതുമ്പോഴേ സത്യമായിട്ട് പറയാൻ ഞാൻ മാക്സിമം ഒരാളുടെയും മെസ്സേജ് ഞാൻ മിസ് ചെയ്യാറില്ല. ആരെങ്കിലും ഒരു ചീത്തയായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞാനത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നു എന്നറിയാം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വായിക്കുമ്പോൾ അതൊരു മോശമല്ലേ, നമ്മുടെ കുടുംബാംഗങ്ങളും ചിലപ്പോൾ വായിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയാം. എല്ലാവർക്കും പെറ്റിനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ മെസ്സേജ് എനിക്ക് വായിക്കുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ഇഷ്ടം കേട്ടോ, ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്, ഒത്തിരി സന്തോഷം. പിന്നെ നല്ലവണ്ണം അവനെ ഞാൻ നോക്കുന്നത് എല്ലാം നിങ്ങൾക്കറിയാം. എൻ്റെ പഴയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാം. എൻ്റെ ഡെയിലി കാണുന്ന, മാസങ്ങളും വർഷങ്ങളായിട്ട് കാണുന്ന ഡെയിലി എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അവനെ പൊന്നുപോലെ, അവനൊരു കുറവില്ല. ഓൾ ടൈം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരുന്നാലും, മോൻ ജോലിക്ക് പോയിരുന്നാലും, മോൾ ജോലിക്ക് പോയിരുന്നാലും ഇവന് ഒരു റൂമിൽ AC വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാലും ചില സമയം ഞാൻ പറയും, എടാ അത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, എടാ AC റെസ്റ്റ് വേണ്ടേ, ഓൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ ഒച്ച എടുക്കുന്നത്. അപ്പോൾ ഈ ഒച്ച കേൾക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഇട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് എടുത്ത് നിങ്ങളെ കാണിക്കുകയും വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ അത് ഒച്ച എടുക്കുന്നത് വേണം കാണാൻ. ഇവന് ഒച്ച വെച്ച് കാര്യം സാധിക്കുന്ന കേട്ടോ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അതും എന്നോട്, ഈ കുട്ടികൾ അമ്മയോട് ഒച്ച വെക്കുന്ന കേട്ടിട്ടില്ല, ഇങ്ങനെ ഷാഢ്യം പിടിക്കും. ഒച്ച എന്ന് പറഞ്ഞാൽ അവൻ ദേഷ്യത്തിൽ ഒച്ച വെക്കുന്നതല്ല കേട്ടോ, ഷാഢ്യം പിടിക്കുന്നു എന്ന് പറയുന്ന പോലെ ഷാഢ്യം പിടിച്ച് ഇപ്പോൾ ഇവ കാര്യം സാധിക്കുന്ന നോക്കിയിരിക്കും. ഭയങ്കര കാളക്കുട്ടനാണ് കേട്ടോ, കാളക്കുട്ടൻ. മാമിയുടെ എല്ലാ അടവും അറിയാം, എല്ലാ പുരുഷത്വമുള്ളവനാണ് കേട്ടോ. പങ്ക്ച്വാലിറ്റി ഉണ്ട്, ഡിസിപ്ലിനുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് കാര്യം. അവന് ഇഷ്ടം ഇങ്ങനെ റൂമിൽ കിടക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കണം, അവനെ പുറത്ത് കൊണ്ടുപോകാം, ഷാഢ്യം പിടിക്കുമ്പോൾ പുറത്ത് കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇടയ്ക്കൊന്ന് പൊന്തി നോക്കും. ചേട്ടനിവിടെ ലാപ്ടോപ്പ് തുറന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. ചേട്ടൻ്റെ കൂടെ ഇരുന്നതാ. ചേട്ടൻ പുറത്ത് പോയപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു, ഇത് ഓഫ് ചെയ്തിട്ട് പോയി. അതാണ് ആ ഒച്ചയൊക്കെ കേട്ടത്. ഒന്ന് പുറത്ത് കൊണ്ടുപോ, ഷോർട്ട് വീഡിയോ കാണണം കേട്ടോ, അതിലിട്ടിട്ടുണ്ട്. പുറത്ത് കൊണ്ടുപോ, എനിക്ക് ഉറക്കം വരുന്നത്, പെട്ടെന്ന് എന്നെ റൂമിലേക്ക് കയറ്റ്. ഓഹ്, ഇങ്ങനെ വരിക. അമ്മയുടെ പൊന്നു മോൻ, അമ്മയുടെ ടോങ്കോക്കോടം, അമ്മയുടെ ടോങ്കോക്കോടം. ഈ കിടപ്പ് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? എല്ലാവരും ഈ കിടപ്പൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നടിയിൽ ഒരു ലൈക്ക് തന്നൊരു മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഇവരെ. എനിക്ക് ഇത് തന്നെ പണി കേട്ടോ. ഇപ്പം നമിതയില്ല, വീട്ടിലെ ഓളിനോട് പണി നമ്മൾ തന്നെ ചെയ്യണം. 2 നേരത്തെ വിളക്ക് എത്തിക്കൽ, ഇപ്പോൾ പൂജാ റൂമിൽ 1 മണിക്കൂർ അങ്ങനെ പോകും. രാവിലെ എണീറ്റ് മുറ്റം അടിക്കൽ, അടിച്ചു വാരൽ, തുടക്കൽ. ഡെയിലി നമ്മൾ തുടക്കുമ്പോൾ 2 നേരം അടിച്ചു വാരും ഇവനുള്ളതുകൊണ്ട്. പിന്നെ അലക്കൽ ഡെയിലി, പിന്നെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പാത്രം കഴുകൽ, അടുക്കള തുടക്കൽ, ബാത്റൂം കഴുകൽ, വാഷ് ബേസിൻ കഴുകൽ ഡെയിലി എന്ന് വേണ്ട എല്ലാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവന് ഫുഡ് വാരി കൊടുക്കുന്നു, ഇവൻ്റെ ഫുഡ് വെക്കുന്നു, ഇവൻ്റെ ഫുഡ് വാരി കൊടുക്കുന്നു. ഇവൻ അപ്പിയിട്ട് വരുമ്പോൾ നമ്മൾ തുടച്ചു കൊടുക്കുന്നു, ഇവൻ മൂത്രമൊഴിച്ചിട്ട് വരുമ്പോൾ തുടച്ചു കൊടുക്കുന്നു, ഇവൻ്റെ പല്ല് തേച്ച് കൊടുക്കുന്നു, ഇവന് കൊടുക്കേണ്ട മെഡിസിൻസ് നമ്മൾ ടൈം ടു ടൈം കൊടുക്കുന്നു, ഇവന് കൊടുക്കേണ്ട ഗുളികകൾ കൊടുക്കുന്നു. നമ്മൾ ഇതൊക്കെ മെഡിസിൻസൊക്കെ കൊടുക്കുന്നത് ഡോക്ടറിൻ്റെ പെർമിഷൻ ഉണ്ടായിട്ട് തന്നെയാണ് കേട്ടോ. ഡോക്ടറിൻ്റെ
വെച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അല്ല വെറുതെ ഒന്നുമല്ല മരുന്ന് കൊടുക്കുന്നത്. ഇനി അവന് മെയ്യിൽ ഞാൻ കൃമിയുടെ മരുന്ന് കൊടുക്കണം. ജൂണിലാണ് ഇവൻ്റെ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ. അപ്പോൾ മെയ്യിൽ എടുക്കാമെന്ന് വിചാരിച്ചു. മെയ് പകുതിയാകുമ്പോഴേ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ജൂണിലാണെങ്കിലും മെയ്യിൽ പകുതിയാകുമ്പോൾ എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്തെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവന് ഹിപ്പാറ്റൈറ്റിസിൻ്റെയും പിന്നെ ഈ പനി വരാത്തതിൻ്റെയും ഒരു 2 ഇഞ്ചക്ഷൻ. അപ്പോൾ ഞങ്ങൾ വർഷത്തിൽ 3 ഇഞ്ചക്ഷനാണ് ഇവനെ എടുക്കുന്നത്. എല്ലാവരും ഒന്നും എടുക്കുന്നത്, പക്ഷേ ഞങ്ങൾ 3 എണ്ണം എടുക്കും. ഞാൻ ആ ബുക്കുകൾ ഒരിടയ്ക്ക് ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവൻ്റെ ബുക്ക്, ഇഞ്ചക്ഷൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 ദിവസം 25 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ 2 ഇഞ്ചക്ഷനും കൂടെ ഒരുമിച്ച് മരുന്ന് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പനി വരാതിരിക്കാനും മഞ്ഞപ്പിത്തം വരാതിരിക്കേണ്ട ഇഞ്ചക്ഷനാണ് കേട്ടോ. ഇവന് പണ്ട് കോവിഡ് വന്ന സമയത്ത് കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തതാണ് നമ്മൾ. ഇവനും കോവിഡിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്താണ്. ഉറങ്ങി കേട്ടോ. കേട്ടോ നല്ല രസമില്ലേ ഉറക്കമൊക്കെ. പാവമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോക്കൊക്കെ ഉമ്മം കൊടുക്കുന്ന സീനൊക്കെ ഞാൻ കുറേ വീഡിയോ ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വാചകങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവനെ നോക്കിയും വീട്ടിലെ പണിയെടുത്ത. അപ്പോൾ ഈ നമ്മളെന്ന് പറഞ്ഞാൽ ഈ തലയിലൊക്കെ ഈ തോർത്തും കെട്ടി വിയർക്കുന്നതൊക്കെ ആകെ വിയർത്തൊക്കെ ഒലിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫേസ് ഇട്ട് വീഡിയോ ഒന്നും ഇടാത്ത കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എപ്പോഴും ഒരുങ്ങി വന്ന് ഇരിക്കേണ്ട സമയമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നവർ. നമ്മൾ വീട്ടിൽ കയറി അങ്ങനെ ഞാൻ ഇരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. നല്ലവണ്ണം പണിയെടുക്കുന്ന ആളാണ്. നമ്മൾക്ക് നമ്മുടെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കേണ്ട ഹസ്ബൻഡിൻ്റെ ഫുഡ് വേറെ, മക്കളുടെ ഫുഡ് വേറെ, എൻ്റെ കുഞ്ഞു മോൻ്റെ ഇവൻ്റെ ഫുഡ് വേറെ, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് വെക്കണം. അപ്പോൾ എനിക്ക് നമിത ഉണ്ടെങ്കിൽ ദീപക്കുണ്ടായിരുന്ന ദീപക്കിനെ മറക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ദീപക്ക് പോയപ്പോൾ നമിത ദീപക്കിനെ പോലെ തന്നെ പെൺകുട്ടി എന്നേ ഉള്ളൂ. ദീപക്കിനെ പോലെ തന്നെ നല്ല സ്വഭാവവും നല്ല നമ്മുടെ പണിയോട് ആത്മാർത്ഥതയും നമ്മളോട് ആത്മാർത്ഥതയുള്ള കുട്ടി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദീപക്ക് ഇവനായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. എൻ്റെ മോനായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ എന്നിട്ട് വാ, കാലൊക്കെ തുടക്കട്ടെ. ഓടി വാ കൈയും കാലൊക്കെ തുടക്കട്ടെ. കൈയും കാലൊക്കെ കാണിച്ച ആ കാലും കൈയൊക്കെ തുടച്ച് പുറത്ത് പോയതല്ലേ. അപ്പുറത്ത് വന്നേ, കൈയൊക്കെ കാലൊക്കെ തുടക്കട്ടേടാ. അവൻ കയ്യും കാലൊക്കെ തരും കേട്ടോ നമുക്ക് തുടക്കാനൊക്കെ. അടുത്ത് വാ, മുഖം തുടക്കട്ടെ. നോക്കട്ടെ. പുറത്ത് പോയി കഴിഞ്ഞിരുന്നാലേ പുറത്ത് ഗേറ്റിൻ്റെ ഇവിടെ നമ്മുടെ അവിടെ അഴുക്കൊന്നുമില്ല. എന്നിരുന്നാലും കൈയും കാലും തുടച്ചിട്ട് ബെഡിൽ കയറുന്നുള്ളതുകൊണ്ടേ ഇനി ഒന്ന് കയറ്റിയതാ. ഇത് വേണ്ടോ അഴുക്ക്, ഇത് വേണ്ടോ പോക്കോ. ശരി. എന്തോ പറഞ്ഞു വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡാഡിക്ക് കിടക്കാൻ നേരമായി. അതാണ് കേട്ടോ. അപ്പോൾ എന്താ നമിതയും ദീപക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാലേ, നമിത ഇവനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അവൾക്ക് പേടിയാട്ടോ. അവൾ സ്റ്റെപ്പ് ചെയ്തേ പറയും ഇവനെ റൂമിലേക്ക് ആക്കാൻ. പക്ഷേ ദീപക്ക് അങ്ങനെയല്ലായിരുന്നു. ദീപക്ക് പേടിയില്ലായിരുന്നു. ദീപക്കിന് പേടിയില്ലായിരുന്നു. ദീപക്കിൻ്റെ 1 വർഷത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലേ. ഇവനായിട്ട് കളിക്കലും ഇവൻ ഓടി പുറത്ത് കയറലും ചായ ഓടിക്കാൻ വിളിക്കലും. അതെന്നാന്ന് വെച്ചാൽ ദീപക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു CBI ഓഫീസറുണ്ട്. അപ്പോൾ അവരെ വീട്ടിൽ അവരെ പ്രൊഫഷനായിട്ട് ഇതിനേക്കാൾ അവരുടെ പ്രൊഫഷൻ ഓഫീസ് പെറ്റ്സ് വരും. അപ്പോൾ ഇന്ന് വരുന്ന പെറ്റുകളല്ല നാളെ വരുന്ന ഡോഗ്സൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതിനേക്കാൾ വലിയ പെറ്റിനെയൊക്കെ കണ്ട് അവനത് പേടിയില്ല. മനസ്സിലായോ? അങ്ങനെ അവർ പേടിയില്ല. അവിടെയെന്ന് പറഞ്ഞാൽ അവർ ഒഫീഷ്യൽ ഒഫീഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന പെറ്റ്സുകളാണ് വരുന്നത്. അപ്പോൾ അത് കാരണം അവനറിയാം ഇന്ന് വരുന്ന പെറ്റ്സിനെയല്ല നാളെ കാണുന്ന പെറ്റ്സിനെയല്ല കാണുന്നത്.
അപ്പോൾ അവനങ്ങനെ ഇതിനേക്കാൾ ഇതിനേക്കാൾ അപകടവും ഡേഞ്ചറായിട്ടുള്ള പെറ്റ്സിനെയൊക്കെ കണ്ട് അവന് നല്ല പരിചയമാണ് കേട്ടോ. പല CBIയുടെ ഓഫീസറിൻ്റെ വീട്ടിൽ ഒരു ചെറിയ കുഞ്ഞു പെറ്റ് ഇപ്പോഴും ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അവർക്ക്. അപ്പോൾ കളിക്കാൻ വേണ്ടി ഒരു വെള്ള കുഞ്ഞ് പമോറിയൻ പെറ്റുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വന്നുകൊണ്ടായിരിക്കാം ദീപക്കിന് ഇവനോട് വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ ദീപക്കും ഇവനും അറ്റാച്ച്ഡാണ്. പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെയല്ല കേട്ടോ. അല്ലാതെ എല്ലാം കൊണ്ടും അവൾ നമിത നല്ലതാണ്, നല്ലൊരു പെൺകുട്ടിയാണ്, നല്ല ഉത്തരവാദിത്വവും നല്ല ഒക്കെയുള്ളതാണ്. പക്ഷേ എന്തുവാ ഇവനായിട്ട് പേടി. ഇനി ആ പേടിയൊക്കെ മാറണമെങ്കിൽ ഒരു കൊല്ലമൊക്കെ കഴിയണം. എന്നാലും ഇവൻ ഇത്രയും വലുതായതുകൊണ്ട് അടുത്തേക്ക് വരുമ്പോഴേ അവൾ വിളിക്കും, ഭയങ്കരമായിട്ട് വിളിച്ചു കളയും, ഒച്ച വെക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ദീപക്കും നമിതയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്, കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇവനെയും കാണിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വർത്തമാനം പറയുന്ന ഇവനെയാണോ കുറ്റം പറയുന്നത്? ദീപക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോഴും ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ദീപക്ക് വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ അതേ ഗേറ്റ് തുറന്നു ദീപക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. കിടപ്പ് കണ്ടോ കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊങ്ങി നോക്കും. ഞാൻ അവനെക്കുറിച്ച് കുറ്റം പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ, അവനെക്കുറിച്ച് നല്ലത് പറയണം. അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എൻ്റെ വാചകങ്ങളും മോൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം, കാരണം എല്ലാവരുടെ കയ്യിൽ എത്തിക്കണം കേട്ടോ. ഞാനത് നേരത്തെ പഴയ വീഡിയോസിലും പറയുന്നതാണ്, എല്ലാവരും ഒന്ന് എത്തിക്കണം. പിന്നെ ഷോർട്ട് വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ, ഷെയർ ചെയ്യണേ ഷോർട്ട് വീഡിയോ ഒക്കെ. പിന്നെ നമ്മുടെ ആങ്ങളയുണ്ട്, എൻ്റെ ആങ്ങള, അത് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എല്ലാ വീഡിയോസും ഷെയർ ചെയ്യും. കണ്ടോ കിടക്കുന്നതിൻ്റെ ഒരു സീന് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ആങ്ങളയുണ്ട്, കുമാർ റെജി. അപ്പോൾ അത് പുള്ളി എല്ലാ എൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുന്ന ആളാണ് കേട്ടോ, അതെനിക്കറിയാം. ഞാൻ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞാങ്ങളെയാണ് കേട്ടോ. അപ്പോൾ ആങ്ങളയ്ക്കും അതുപോലെ എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ ഒരു ബലം കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട്, ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോൾ എഡിറ്റ് ചെയ്യണമല്ലോ, ഇപ്പോൾ ഒത്തിരി പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ഇടുന്നത്. ഷോർട്ട് വീഡിയോയും എഡിറ്റ് ചെയ്യണം, പക്ഷേ അത് നമുക്ക് പിന്നെയും ഈസിയാണ്. പിന്നെ ലൈവിൽ ഞാൻ വരാം, സമയം കിട്ടട്ടെ. ഇപ്പം നമിതയൊക്കെ വരട്ടെ, ഇവിടുത്തെ ഇലക്ഷൻ വോട്ട് കഴിയട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം ലൈവിൽ വരാം. എല്ലാ എൻ്റെ ചങ്ങ ഫ്രണ്ട്സിനെയും കാണാം. അപ്പോൾ ലൈവിൽ വരുന്നതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ഇടാം കേട്ടോ. ലൈവിൽ വരുന്നതിന് മുമ്പ് ഞാനൊന്ന് പോസ്റ്റ് ഇട്ടിട്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ലൈവിൽ വരാതിരിക്കേണ്ട. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് വരുന്നുണ്ട് ലൈവിൽ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും. അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ മകനെ സ്നേഹിക്കുന്ന, എൻ്റെ സ്കൂബി മോനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നല്ല ആയിട്ട് വരട്ടെ എന്ന് എന്നെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും എൻ്റെ വീഡിയോസ് കാണുന്നുള്ളവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ എനർജി കേട്ടോ, എൻ്റെ ഊർജ്ജം. എനിക്ക് പിന്നെയും വീഡിയോ ഇടാൻ തോന്നുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ മെസ്സേജൊക്കെ ഡെയിലി ചെയ്യുന്നവരുടെ മെസ്സേജുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് വായിക്കുമ്പം തന്നെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ മനസ്സ് മൊത്തം ഭയങ്കര സന്തോഷമാണ്. ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരാളുടെയും ഞാൻ വിടാറില്ല. അപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി എൻ്റെ നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാം. കൂടുതൽ കണ്ടൻറ്റ് സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടൻറ്റ് തരുമ്പോഴല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞു കണ്ടൻറ്റാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നത്. നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോൾ നമ്മൾ 3 മിനിറ്റിൻ്റെ വീഡിയോ ഇടണ്ടേ, അപ്പോൾ അതിന് പറ്റിയ കണ്ടൻറ്റ് വരണ്ടേ.
അപ്പോൾ അതൊക്കെയാണ് കേട്ടോ, നമ്മൾ സത്യമായിട്ട് ഫ്രാങ്കായിട്ട് പറയുന്നതാണ്. അല്ലാതെ നമുക്ക് ഇവരെ അടിച്ച് പിടിച്ചൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ജാൻവറാണ്. അവർ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് അറിഞ്ഞൂടാ. അവർ കാണിക്കുമ്പോഴേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കണ്ടൻറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ എൻ്റെ കയ്യിൽ ഷോർട്ടായിട്ടേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇടുന്നത്. അല്ലാതെ ചിലപ്പോൾ ഞാൻ ഫോൺ എടുത്തുകൊണ്ടൊന്ന് പാസ്വേഡൊക്കെ തുറന്ന് കഴിയുമ്പം തന്നെ അവൻ്റെ ആ കണ്ടൻറ്റൊക്കെ കഴിഞ്ഞിരിക്കും. അങ്ങനെയും ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ഒപ്പോ ഫോണിലാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ ഫോൺ ഹാങ് ആവുന്നുണ്ട്, മേടിക്കണം. പുതിയ ഫോൺ മേടിച്ചിട്ട് വേണം എനിക്ക് AI ഇതിലൊക്കെ വരാൻ. ഇപ്പോൾ AI ഞാൻ ആപ്പ് എടുത്തിട്ട് എനിക്ക് വരുന്നില്ല കേട്ടോ ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ AI ഇതൊക്കെ എനിക്ക് ഇടാം. പക്ഷെ അതിനി പുതിയ ഫോൺ മേടിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷം. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, എൻ്റെ സ്വരങ്ങളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ 3 വീഡിയോ ഇട്ടതാണല്ലോ, വിഷുവിൻ്റെയും ഞാനും മോളും പുറത്ത് പോയി കഴിക്കുന്നതൊക്കെ ആയിട്ട്. ഇന്ന് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യൂ പ്ലീസ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. പിന്നെ എൻ്റെ മോൻ്റെ ഈ കിടപ്പും അവനെ ഞാൻ സേവ് എന്ന് പറഞ്ഞാൽ സേവിക്കുന്നത്, എന്താ പറയുന്നത് മലയാളത്തിൽ, അവനെ ഞാൻ നല്ലവണ്ണം നോക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, എല്ലാവർക്കും കാണാനൊന്നല്ല, ഞാൻ അങ്ങനെയാണ് അവനെ നോക്കുന്നത്. പക്ഷേ എൻ്റെ പഴയ വീഡിയോ കാണുന്നുള്ളവർക്കാണ്, പുതിയ വീഡിയോ കാണുന്നുള്ളവർക്കാണ് ഞാനീ പറയുന്നത് കേട്ടോ. പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് ഒരു ചെറിയ ലൈക്കല്ലേ ചോദിക്കുന്നത്, മെസ്സേജും ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യണേ. വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോസ് ഓടുകയുള്ളൂ. അല്ലാതെ നമുക്ക് വ്യൂവേഴ്സും ലൈക്കും വേണം, അല്ലാതെ വെറുതെ വീഡിയോ ഓടത്തില്ല കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.